നരേന്ദ്രമോദി എന്താണോ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് സമയത്ത് ചെയ്തത് അത് തന്നെയാണ് എം വി ഗോവിന്ദനും പിണറായി വിജയനും കേരളത്തിൽ ചെയ്തത്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നില്ല എൽ ഡി എഫിനുണ്ടായിരുന്നത്. എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പയറ്റുന്നത് കമ്മ്യൂണൽ സ്ട്രാറ്റജിയാണ്. ഈ കമ്മ്യൂണൽ സ്ട്രാറ്റജി നടക്കില്ല കേട്ടോ. അത് നടക്കില്ല കേട്ടോ എന്ന് സി പി എം അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. ആ പരിപാടിയായിട്ടാണ് സി പി എം പോകുന്നതെങ്കിൽ എടുത്ത് പുറത്തേക്കിടും എന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിലെ ജനത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സി പി എം അത് മനസ്സിലാക്കുന്നില്ല. 2024 അത് പറഞ്ഞു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കൂ, അതിൻ്റെ പാരമ്യത്തിലെത്തിയ സന്ദർഭമായിരുന്നു. പെഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് യു ഡി എഫ് മത്സരിക്കുന്നതെന്നാണ് സി പി എം അവിടെ പ്രചരിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയിൽ ബജ്റംഗ് ദളികൾ പോലും ഏറ്റവും വിഷലിപ്ത പ്രചാരണം നടന്ന ഈ സംഘപരിവാര കൂടാരത്തിലെ വിഷപ്പാമ്പുകൾ പോലും പ്രചരിപ്പിക്കാത്ത വിദ്വേഷം നിലമ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞു. ആരെ മുൻനിർത്തിയിട്ട്? മതേതര കേരളത്തിൻ്റെ എന്താണ് അഭിമാന ബിംബം എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്ന സ്വരാജിനെ മുൻനിർത്തിയിട്ട് അവിടെ പ്രചരിപ്പിച്ചത് പെഹൽഗാം ആക്രമണത്തെ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ ഇലക്ഷനിൽ നെല്ലിക്കുഴിയിൽ എന്താ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്? ഈ അജിംസിൻ്റെ നാടാണത്. ഹിസ്ബുൽ മുജാഹിദിനാണ് മത്സരിക്കുന്നത്. ഇത് ഇവിടുത്തെ RSSകാർ BJPക്കാർ ഇങ്ങനെ പ്രചാരണം നടത്തിയിട്ട് ഹിസ്ബുൽ മുജാഹിദീൻ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF വോട്ട് ചെയ്യാനാണ്. അതുകൊണ്ട് നിഷാദ് ഇത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ല, ഇത് കമ്മ്യൂണൽ സ്ട്രാറ്റജി ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവിന്ദൻ മാഷ് ഇവർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പല്ല് തേപ്പ് കഴിഞ്ഞാൽ ചെയ്യുന്ന പണി എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ചീത്ത പറയാന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി AK ബാലൻ പറഞ്ഞത് UDF ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ എങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി മാറുക എന്ന ലളിതമായൊരു സംഗതി അവിടെ ഉണ്ടല്ലോ. ഇതെന്താണ് ഈ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഇത് നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇങ്ങനെയായിരുന്നു പ്രസംഗിക്കാറ്. കോൺഗ്രസ് ജയിച്ചാൽ പട്ടേൽ, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും കേട്ടോ എന്നാണ് പറയുക.